ജാർഖണ്ഡിലെ നേതാർഹട്ട് എന്ന സുഖവാസ കേന്ദ്രത്തിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടരുകയാണ്. സിജോ അച്ഛനുണ്ട്, ഡോക്ടർ അജിത്തുണ്ട്, പിന്നെ നമ്മുടെ സാരഥി പ്രമോദും. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ സൺസെറ്റ് പോയിന്റ് കാണാനാണ്. മഗ്നോളിയ സൺസെറ്റ് പോയിന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. ഇവിടെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. അവിടെ വണ്ടി കൊണ്ടുചെന്നിട്ടു. ഇനി കുറച്ചു ദൂരം നടക്കണം. നടന്നു ചെല്ലുമ്പോൾ വലിയ വൃത്തിയൊന്നുമില്ലാത്ത ഒരിടത്ത് കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കുണ്ട്. കുറച്ചു ചെറിയ പീടികകൾ, സുവനീർ കടകൾ, ഗോത്രഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളും മറ്റുമാണ് വിൽക്കുന്നത്. ഗോത്രവിഭാഗക്കാർ തടിയിൽ കൊത്തിയുണ്ടാക്കുന്ന വസ്തുക്കൾ ടൂറിസ്റ്റുകൾ വാങ്ങുമെന്ന പ്രതീക്ഷയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ നിന്ന അത്ര നേരവും ഒരാളും എന്തെങ്കിലും വാങ്ങുന്നത് കണ്ടില്ല. നേതാർഹട്ടിൽ വരുന്നവരൊക്കെ വൈകുന്നേരമാകുമ്പോൾ സൺസെറ്റ് കാണാൻ വരും. അവർക്കിരിക്കാനുള്ള ചില പൗലിനുകൾ, അതായത് ഇരുന്ന് സൺസെറ്റ് കാണാം. അതെന്തോ കലാപരിപാടി കാണുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നി. പല രൂപത്തിലുള്ള പൗലിനുകൾ പണിതിട്ടിരിക്കുന്നു. ഇവിടെ ഒരു ക്ലിഫിന്റെ വക്കിൽ തടികൊണ്ട് പണിത ഒരു കെട്ടിടമുണ്ട്. കുറേക്കാലം മുൻപ് പണിതതായിരിക്കണം. ഹോം സ്റ്റേയോ അതുപോലുള്ള താമസമോ ഒക്കെ ആക്കാവുന്ന ഇടമാണ്. അവിടെ നിന്നും താഴേക്ക് വ്യാപിച്ചു കിടക്കുന്ന കാട്, സാൽ മരങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയോ മരങ്ങളുണ്ട്. വലിയ പാറക്കെട്ടുകൾ, അതിന്മേൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ. വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ഗർത്തമാണ്. ഇവിടെ നിന്നാൽ അസ്തമയം കാണാം. മഗ്നോളിയ സൺസെറ്റ് പോയിന്റ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്, നേതാർഹട്ട് മഗ്നോളിയ സൺസെറ്റ് പോയിന്റ്. ഇവിടെ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവർ സന്ദർശകർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കും. അവിടെ വെച്ചാണ് ഇവനെ കിട്ടുന്നത്. അജിത് കിസാൻ ഒരു ആദിവാസി ബാലനാണ്. അവൻ നിഷ്കളങ്കമായ ചിരിയോടെ എന്റെ അടുത്ത് വന്നു. ക്യാമറയൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. പഠിക്കുന്ന സ്കൂളിന്റെ പേര് ഇവൻ അറിയില്ല. കൂട്ടുകാരനോട് ഏതാണ് നമ്മുടെ സ്കൂൾ എന്ന് ചോദിച്ചു. അജിത് കിസാന്റെ സഹായത്തിന് കൂട്ടുകാരനെത്തി. അവനും സ്കൂളിന്റെ പേര് വ്യക്തമായി അറിയില്ല, എങ്കിലും സ്കൂൾ എവിടെയാണെന്നൊക്കെ അറിയാം. നിഷ്കളങ്കമായ സന്തോഷത്തോടെ അവൻ എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. അവരുടെ അപ്പുറം സൂര്യൻ അസ്തമിക്കാനൊരുങ്ങുന്നു. ഇവിടെ ഒരു ശില്പമുണ്ട്. 2 പേരാണ് അതിലെ കഥാപാത്രങ്ങൾ, മഗ്നോളിയ എന്ന മദാമയും അവളുടെ കാമുകനായ ഗോത്രവർഗക്കാരനും. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കൊളോണിയൽ കാലത്ത് ഈ പ്രദേശത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്ററുടെ മകളായിരുന്നു മഗ്നോളിയ. ഗോത്രവർഗക്കാരനായ ഇടയ യുവാവുമായി അവൾ കടുത്ത പ്രണയത്തിലായി. ഒടുവിൽ ഇടയ യുവാവുമായി ഒന്നിക്കാനാവില്ല എന്ന ദുഃഖത്തിൽ മഗ്നോളിയ തന്റെ കുതിരയോടൊപ്പം ഈ ക്ലിഫിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നു. അവളുടെ കുതിരയുടെ ശില്പവും ഇവിടെയുണ്ട്. ഇവിടെ ചില കടകളുണ്ട്. നല്ല ചായ കിട്ടും. മൺകലത്തിലാണ് ചായ തിളയ്ക്കുന്നത്. മൺകലത്തിൽ ചായ തിളപ്പിച്ച് പ്രത്യേകതരം തവികൊണ്ട് കോരിയെടുത്ത് വിളമ്പുന്നു. ഈ സംസ്ഥാനത്ത് വന്ന ശേഷം ആദ്യമായാണ് പേപ്പർ കപ്പ് കാണുന്നത്. മൂടൽമഞ്ഞുള്ളതിനാൽ സൂര്യാസ്തമയം വ്യക്തമായി കാണാനായില്ല. അതിനാൽ ഞങ്ങൾ തിരികെ പാർക്കിങ്ങിലെത്തി. വണ്ടിയെടുത്ത് ഇനി മടങ്ങുകയാണ്. അസ്തമയം കാണാൻ വന്നവരുടെ വാഹനങ്ങളാണിത്. സൂര്യാസ്തമയം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ക്ലീഷേ കാഴ്ചയാണല്ലോ. നേതാർഹട്ടിൽ ഒരു വമ്പൻ സ്കൂളുണ്ട്. നേതാർഹട്ട് റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് അതറിയപ്പെടുന്നത്. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമാവും മുൻപ് തന്നെ ബീഹാറിൽ മിടുമിടുക്കരായ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചിരുന്ന ഒരു സ്കൂളാണിത്. ഇതാണ് ഗേറ്റ്. സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ്. അകത്ത് അതിഗംഭീരമായ സ്കൂളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ സ്കൂളുകളിൽ ഒന്നാണത്. 1954 സ്ഥാപിതമായ സ്കൂളാണ്. ബീഹാറിന്റെ ആദ്യ മുഖ്യമന്ത്രി ശ്രീകൃഷ്ണ സിംഗ്, ഉപമുഖ്യമന്ത്രി അനുഗ്രഹ് നാരായൺ സിൻഹ എന്നിവരുടെ സ്വപ്നമായിരുന്നു മികവിന്റെ ഈ വിദ്യാലയം. ബ്രിട്ടീഷുകാരനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ഫെഡറിക് ഗോൾഡൻ പിയേഴ്സ് ആണ് സ്കൂളിനു വേണ്ടി പദ്ധതി രൂപപ്പെടുത്തിയത്. 7 മുതൽ 12 വരെ ക്ലാസുകളാണ് ഇവിടെയുള്ളത്. ഓരോ വർഷവും 100 കുട്ടികൾക്കാണ് പ്രവേശനം. നിർധനരും മിടുക്കരുമായ കുട്ടികൾക്ക് താമസവും പഠനവും സൗജന്യമാണ്. ഞങ്ങളിനി മലയിറങ്ങുകയാണ്.
കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇരുട്ടുമായി. ഇനി ഒരു 3.5 മണിക്കൂർ ഓടണം റാഞ്ചിയിലെത്താൻ. ഞങ്ങൾക്കെല്ലാം വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ടൗണിൽ വണ്ടി നിർത്തിയിറങ്ങി. ഒരു വഴിയോര കടയിലേക്ക് ചെന്നു. ഇതൊക്കെയാണ് പലഹാരങ്ങൾ. നിംകിയാണിത്. പിന്നെയുള്ളത് ഖാജ എന്ന പലഹാരമാണ്. ഖാജ പല രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഇതിന് ചതുര രൂപമാണ്. മധുര പലഹാരങ്ങളാണ് എല്ലാം. ബാലുഷാഹിയാണ് ഇത്. പിന്നെ നമുക്കറിയാവുന്ന ലഡു, അത് പലതരമുണ്ട്. ആളെ കൊതിപ്പിച്ചു കൊല്ലാനാണ് ഇതെങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ പ്രലോഭനങ്ങളിൽ ഞാൻ വീണില്ല. ചായക്കടകൾ അടച്ചു തുടങ്ങി. മധുരമില്ലാത്ത ചില വിഭവങ്ങൾ കഴിച്ച് ഞങ്ങൾ വിശപ്പടക്കി. ഇവിടെ ഒരു കടയിൽ എഗ് റോളാണ് വിൽപ്പന. ഇവിടെ സാധാരണക്കാരുടെ വൈകുന്നേരത്തെ ഹെവി ഫുഡാണ് എഗ് റോൾ. ഒരു ചപ്പാത്തി, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കും. അതിൽ ഉപ്പും മുളകുപൊടിയും ഇട്ടടിച്ച് ചപ്പാത്തിയും അതും കൂടി ഒന്നാക്കും. പിന്നെ നന്നായി ഒന്ന് മൊരിച്ചെടുക്കും, തിരിച്ചും മറിച്ചുമിട്ട്. നല്ല കൈത്തഴക്കമാണ് പാചകക്കാരന്. തുടർന്ന് അതൊരു ബട്ടർ പേപ്പറിലേക്ക് വെക്കുന്നു. അടുത്തതായി അതിൽ ചില സോസുകളൊക്കെ ഒഴിച്ച് നൂഡിൽസ്, മസാല, സവാള, മുളക് എന്നിവയെല്ലാം ഇടുന്നു. തുടർന്നാണ് ചുരുട്ടി ഇങ്ങനെയൊരു റോളാക്കി മാറ്റുന്നത്. നാട്ടുകാരുടെ ഒരു ഇഷ്ടവിഭവമാണ്. അത് കഴിക്കാൻ വന്ന ഇയാൾ ഒരു ചിത്രകാരനാണ്. മലമ്പാതയിൽ മതിലുകളിലെ ഗോത്രചിത്രങ്ങൾ വരച്ച ഒരു ചിത്രകാരൻ. അവിടെ നിന്നും യാത്ര തുടരുമ്പോൾ മൈക്കിലൂടെ വലിയ പാട്ട് കേൾക്കുന്നു. കുറെ ആളുകൾ കൂടി നിൽക്കുന്നുമുണ്ട്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു ഞാൻ. ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇവിടെ വഴിയരികിൽ ഡാൻസ് നടക്കുകയാണ്. മൈക്ക് വെച്ച് ചെണ്ട കൊട്ടി രാത്രിയിൽ ഒരു ഡാൻസും പാട്ടും. ഒരു കല്യാണം നടക്കുകയാണെന്ന് മനസ്സിലായി. എന്നാൽ വധൂവരന്മാരെ കാണുന്നില്ല. ഏതാനും സ്ത്രീകളും പുരുഷന്മാരും നൃത്തം ചെയ്യുന്നു. ഇവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇത്തരം ആഘോഷങ്ങൾ ഉള്ളിടത്ത് നൃത്തം ചെയ്യുന്നവർ. ഗോത്രച്ചണ്ടയിൽ നല്ല പെരുക്കം നടക്കുന്നു. എന്റെ ക്യാമറ കൂടി കണ്ടതോടെ വലിയ ആവേശമായി അവർക്ക്. കല്യാണക്കാരുടെ വീഡിയോഗ്രാഫറും സ്ഥലത്തുണ്ട്. ഞാൻ കുറെ നേരം ആ നൃത്തം കണ്ടുനിന്നു. ട്രൈബൽ പ്രദേശമാണിത്. അവരുടെ വിവാഹാഘോഷങ്ങൾ ഇന്ന് മോഡേൺ രീതിയിലുള്ള ഡാൻസും ചെണ്ടകൊട്ടുമൊക്കെയായി മാറിക്കഴിഞ്ഞു. ഇവർ വീട്ടിൽ നിന്ന് തെരുവിലേക്ക് അങ്ങിറങ്ങുകയാണ്. നേരം രാത്രി 8:30 കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിലാണ് ഇവരുടെ കല്യാണങ്ങൾ. ഇവിടെ ഇങ്ങനെയൊരു പരിപാടിയും നടക്കുന്നുണ്ട്. 2 സ്ത്രീകൾ ഗോത്രച്ചണ്ടയിൽ എന്തൊക്കെയോ വിതറുന്നു. സാൽ മരത്തിന്റെ ഇല കൊണ്ടുള്ള കുമ്പിളിൽ നിന്ന് ഭസ്മവും മറ്റുമാണ് എടുത്തു വിതറുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭസ്മവും കുങ്കുമവുമെല്ലാം ആഘോഷത്തിന് കൊട്ടുന്ന ഗോത്രച്ചണ്ടയിൽ വിതറും. അതിനൊരു കാരണമുണ്ട്. മാണ്ടർ എന്നറിയപ്പെടുന്ന ഈ ചെണ്ട ആഘോഷവേളകളിൽ ഇവർ ദൈവതുല്യമായി കാണുന്നു. മാണ്ടർ സംഗീതോപകരണം മാത്രമല്ല, മംഗളകർമ്മങ്ങളിലെ പവിത്ര വസ്തുവാണ്. വിവാഹ ചടങ്ങുകൾ മംഗളകരമാക്കാനും വധൂവരന്മാർക്ക് ഐശ്വര്യം ലഭിക്കാനുമാണ് മാണ്ടറിനെ പൂജിക്കുന്നത്. രാത്രിയാവും തോറും ആളുകൾ കൂടിക്കൂടി വരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ കുറേശ്ശെ മൗവ അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും നല്ല ഉന്മേഷത്തിലാണ്. ആർക്കും തണുപ്പ് അനുഭവപ്പെടുന്നില്ല. ഞാനാകട്ടെ തണുത്തു വിറയ്ക്കുന്നുമുണ്ട്. പ്രായമായ 2 സ്ത്രീകളുണ്ട് ഇവിടെ. നെറ്റിയിലും നെറുകയിലും മൂക്കിലും കുങ്കുമം പൂശിയ 2 പേർ. ഒരു തുണിയാണ് 2 പേരും കൂടി ചുറ്റിയിരിക്കുന്നത്. അതെന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. അവർ 2 പേരും അമ്മായിയമ്മമാരാണ്. വധുവിന്റെ അമ്മയും വരന്റെ അമ്മയും. അവരെ 2 പേരെയും കൂടി ഒരു തുണി കൊണ്ട് ബന്ധിപ്പിച്ച് മുന്നിൽ നടത്തുന്നു.
പിന്നെ എന്തൊക്കെയോ കാഴ്ചദ്രവ്യങ്ങൾ കൊട്ടയിലാക്കി പിന്നാലെ ചിലർ. അവരുടെ പിന്നാലെ ബാക്കിയുള്ള ആളുകളും നൃത്തക്കാരും ചെണ്ടക്കാരും ഹോണുകൾ കെട്ടിയ ഓട്ടോറിക്ഷയുമെല്ലാം നീങ്ങുന്നു. നമ്മുടെ നാട്ടിൽ നിരോധിച്ച തരത്തിലുള്ള 6 ഹോണുകളാണ് ഓട്ടോറിക്ഷയുടെ മുകളിൽ നിരത്തിക്കെട്ടിയിരിക്കുന്നത്. തണുപ്പിലൂടെ ഒരു വലിയ ഘോഷയാത്ര അങ്ങനെ നീങ്ങുന്നു. നൃത്തം ചെയ്തുകൊണ്ട് തന്നെയാണ് നടത്തം. എന്നാൽ വരനെയും വധുവിനെയും ഇവിടെയൊന്നും കാണുന്നില്ല. കൊട്ടും പാട്ടുമല്ലാതെ ജാർഖണ്ഡിൽ ഒരു വിവാഹവും നടക്കില്ലെന്ന് തന്നെ പറയാം. ചെണ്ടയുടെ താളത്തിനൊത്ത് വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും നൃത്തം ചെയ്യണമെന്നതാണ് ആചാരം. വിഭിന്ന ഗോത്രങ്ങളിലുള്ളവരും പല മതവിശ്വാസമുള്ളവരുമാകട്ടെ വിവാഹാഘോഷത്തിൽ ഒരുമിച്ച് നൃത്തം ചെയ്യണം. സന്താൾ, മുണ്ട, ഉറാവോ തുടങ്ങിയ ഗോത്രങ്ങളുടെ എല്ലാം വിവാഹ രീതികൾ ഇവിടെ ഏതാണ്ട് സമാനമാണ്. ഇംലി ഖോണ്ട എന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട് സന്താൾ, മുണ്ട ഗോത്രങ്ങളിൽ. വധുവിന്റെ അമ്മാവൻ വധൂവരന്മാരെ പുളിവെള്ളം കുടിപ്പിക്കുന്ന ചടങ്ങാണത്. ദുഷ്ചിന്തകൾ അകന്നു പോകാനും ദൃഷ്ടിദോഷം മാറാനുമാണത്രേ അത്. ജാർഖണ്ഡിലെ എല്ലാ ഗോത്രങ്ങളിലും വധുവില എന്നൊരു രീതിയുണ്ട്. വരന്റെ വീട്ടുകാർ വധുവിന്റെ വീട്ടുകാർക്ക് പണമോ കന്നുകാലികളെയോ ഭൂമിയോ നൽകുന്നതാണത്. ഘോഷയാത്ര ഓരോ വീടും പിന്നിടുമ്പോഴാണ് ആളുകൾ കൂടി വരുന്നത്. കടന്നുപോകുന്ന ഓരോ വീട്ടിലെയും ആളുകൾ ഒപ്പം ചേരുന്നതുകൊണ്ടാണത്. മുൻനിരയിൽ 2 അമ്മായിയമ്മമാർ എന്തു ചെയ്യണം എന്നറിയാത്ത മട്ടിൽ അങ്ങനെ നിൽക്കുന്നു. വഴിയോരത്തെ കടകളിൽ ഇങ്ങനെ ചില കാഴ്ചകളുണ്ട്. കുറെ കന്നാസ് നിരത്തിവച്ചിരിക്കുന്നു. പെട്രോൾ വിൽപ്പനക്കാരാണ്. വലിയൊരു ഗോത്രച്ചെണ്ടയുമായി ഒരാൾ. അയാൾ കൊട്ടുന്നൊന്നുമില്ല. തൂമ്പയാണ് മറ്റൊരാളുടെ കയ്യിൽ. ഇതൊക്കെ ഇവിടുത്തെ ആചാരത്തിന്റെ ഭാഗമാണ്. അമ്മായിയമ്മമാർ നടക്കുന്നതിന് മുൻപേയാണ് ചെണ്ടയും തൂമ്പയുമായി ആളുകൾ പോകുന്നത്. കുട്ടയിൽ കാഴ്ചദ്രവ്യങ്ങളുമായി ഒരു സ്ത്രീ. എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഗോത്രവർഗക്കാർ തുടരുന്ന ആചാരങ്ങളാണ് ഇതെല്ലാം. കുട്ടയിലുള്ളത് ക്ഷേത്രത്തിലേക്ക് നൽകാനുള്ള കാഴ്ചവസ്തുക്കളാവാം. സർണമതക്കാർ സർണസ്ഥൽ എന്ന വിശുദ്ധ സ്ഥലത്താണ് അതെല്ലാം സമർപ്പിക്കുക. അമ്മായിയമ്മമാരുടെ കയ്യിലുമുണ്ട് ചില വസ്തുക്കൾ. കടകളൊക്കെ അടച്ചു തുടങ്ങിയിരിക്കുന്നു. തുണിക്കടയും തയ്യൽക്കടയും കൂടി ചേർന്ന ഒരു സ്ഥാപനം. അതിനടുത്തൊരു പലചരക്ക് കട. അവരെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെന്ന് തോന്നും. കടയിലിരുന്നാണ് അവർ ആട്ടവും പാട്ടും ചെണ്ടകൊട്ടുമെല്ലാം ആസ്വദിക്കുന്നത്. ഇതൊരു വർക്ക്ഷോപ്പാണ്. ബൈക്കും സൈക്കിളുമൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനം. അവിടെയുള്ളവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല. വേറൊരു കൂട്ടർ വീടിന്റെ തിണ്ണയിൽ തീ കാഞ്ഞിരിക്കുന്നു. കുട്ടികളുമുണ്ട്. നേരത്തെ വന്ന ചെണ്ടക്കാരൻ വഴിയരികിലിരുന്ന് കൊട്ടു തുടങ്ങിയിരിക്കുന്നു. കുറെ നേരം അതെല്ലാം കണ്ടു നിന്ന ശേഷം ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. ഇനിയും ഒരു 2.5 മണിക്കൂർ കൂടി ഓടിയാലേ റാഞ്ചിയിലെത്തൂ. അവിടെ എത്തുമ്പോഴേക്കും ഏറെ വൈകും. വണ്ടിയുടെ പിന്നിലിരിക്കുന്ന 2 പേർ മയക്കത്തിലായി കഴിഞ്ഞു. ഞാൻ രാത്രി 11 മണി ആയപ്പോഴേക്കും ഹോട്ടൽ റമദയിലെത്തി. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്ത ദിവസം രാവിലെ തന്നെ വീണ്ടും ഇറങ്ങി. ഇപ്പോൾ നേരം 8 മണിയായിട്ടുണ്ട്. പ്രമോദ് തന്നെയാണ് സാരഥി. പക്ഷെ ഇന്ന് ഡോക്ടർ അജിത് കൂടെയില്ല. ഇന്ന് അദ്ദേഹത്തിന് വലിയ റോളില്ല എന്നത് തന്നെ കാരണം. ഒരു കൽക്കരി ഖനിയുടെ അകത്തേക്കിറങ്ങാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിജോ അച്ഛന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. തങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു ഖനി കാണാനുള്ള അനുവാദം വാങ്ങുകയായിരുന്നു. ഇവിടെ ഇരുഭാഗത്തും മിലിറ്ററിയുടെയും പാരാമിലിറ്ററിയുടെയും എല്ലാം കേന്ദ്രങ്ങളുണ്ട്. മാണ്ടറിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തേണ്ടത്. സിജോ അച്ഛന്റെ CLHRC ആശുപത്രിയിലേക്ക്. മൊറാബാദി എന്ന സ്ഥലമാണിത്. ജാർഖണ്ഡിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്.
ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറനാണ് ഇപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അച്ഛന്റെ വഴിയെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ് ഹേമന്ത് സോറൻ. വളരെ വേഗം ജാർഖണ്ഡ് രാഷ്ട്രീയത്തിലെ മുൻനിരക്കാരനായി മാറിയ ഹേമന്ത് സോറൻ 2013 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. പിന്നീട് 2019 24 മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 50 വയസ്സിനിടെ 3 തവണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായതിന്റെ റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾ കോൺസ്റ്റന്റ് ലിവൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തി. ബെൽജിയൻ ജെസ്യൂട്ട് പുരോഹിതനായിരുന്ന കോൺസ്റ്റന്റ് ലിവൻസ് ആണ് ഈ ആശുപത്രി സ്ഥാപിച്ചത്. മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള ഹോസ്പിറ്റൽ. ഉടനെ തന്നെ ഇതൊരു മെഡിക്കൽ കോളേജായി മാറാൻ പോവുകയാണ്. അപ്പോഴേക്കും ഒരാളെത്തി. ഇദ്ദേഹവും ഒരു മലയാളിയാണ്, ജിൻഡോ. അദ്ദേഹം വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾ ഒരു ഖനി ലക്ഷ്യമാക്കി യാത്രയാവുകയാണ്. ഖലാരി എന്നൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. 11 മണിക്ക് അവിടെ എത്തണം. ജിൻഡോ വയനാട്ടിൽ മാനന്തവാടി സ്വദേശിയാണ്. കോൺസ്റ്റന്റ് ലിവൻസ് ഹോസ്പിറ്റലിന്റെ മാനേജറാണ്. അദ്ദേഹമാണ് ഒരു ഖനിയുടെ അകത്ത് കയറാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ടോൾ ഗേറ്റുകളുണ്ട് ഇവിടെയും. ടോൾ നൽകി അത് കടന്നു. ബിജുപ്പാറ എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. റാഞ്ചി ജില്ലയിലെ ഒരു ചെറുപട്ടണമാണ് ബിജുപ്പാറ. ബിജുപ്പാട എന്നാണ് ഇവർ ഉച്ചരിക്കുക. ജാർഖണ്ഡിലെ തന്നെ പ്രധാനപ്പെട്ട വലിയൊരു കൽക്കരി ഖനിയാണ് ഖലാരിയിലേത്. ഭൂഗർഭ ഖനിയാണ്. എനിക്കതിനുള്ളിൽ ഒന്ന് കയറാനായി അനുമതി കിട്ടാൻ എന്റെ കൂടെയുള്ള ജിൻഡോയും ഹോസ്പിറ്റൽ ഡയറക്ടർ ജോർജ് അച്ഛനുമൊക്കെ ഇന്നലെ വലിയ പ്രയത്നം നടത്തിയിരുന്നു. സാധാരണഗതിയിൽ കൽക്കരി ഖനിയുടെ അകത്ത് ഷൂട്ടിംഗ് അനുവദിക്കില്ല. പല ആളുകളെയും വിളിച്ചാണ് അനുമതി വാങ്ങിയത്. തങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇവരത് സാധ്യമാക്കുകയായിരുന്നു. 11 മണിക്ക് ഖലാരി ഗസ്റ്റ് ഹൗസിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുമതി നേടുന്നതിൽ സഹായിച്ച ഇവിടുത്തെ ഒരു DYSP ഉണ്ട്. അദ്ദേഹം ഇടയ്ക്ക് ജിൻഡോയെ ഫോണിൽ വിളിച്ചു. അദ്ദേഹവും എന്റെ കൂടെ ഖനിക്കകത്തേക്ക് വരുന്നുണ്ടത്രേ. ഖനിയുടെ മാനേജ്മെന്റ് CCL അഥവാ സെൻട്രൽ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ് ആണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമാണത്. അവരുടെ പ്രത്യേക അനുമതി കൂടി വേണം. DYSP അവരോട് പറഞ്ഞ് അനുമതി നേടിയിട്ടുണ്ടത്രേ. വലിയ സുരക്ഷാ പ്രശ്നങ്ങളുള്ള കൽക്കരി ഖനിയിലൊക്കെ കയറി ഷൂട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നത് അപൂർവമാണ്. പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതി വേണമെന്നതാണ് മറ്റൊരു കാര്യം. ഞങ്ങൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഖനിയുടെ പ്രദേശങ്ങളാണ്. അതായത് ഭൂമിക്കടിയിൽ വലിയ സമ്പത്ത് മറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ. കൽക്കരി, ബോക്സൈറ്റ് എന്നിങ്ങനെ പലതും. എന്നാൽ ഭൂമിക്ക് മുകളിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാണ് ഇവിടെ. അതാണ് ജാർഖണ്ഡിന്റെ തന്നെ ഒരു വൈരുദ്ധ്യം. കോടാനുകോടി രൂപയുടെ ഖനിജങ്ങളാണ് ഭൂമിക്കടിയിലുള്ളത്. എന്നാൽ ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ആ വൈരുദ്ധ്യം തന്നെയാണ് ഇവിടുത്തെ ആളുകളിൽ മാവോയിസം പോലുള്ള ചിന്തകൾ വളർത്തിയത്. പാവങ്ങൾ വസിക്കുന്ന ഇന്നാട്ടിലെ മണ്ണിനടിയിലെ സമ്പത്ത് മറ്റേതൊക്കെയോ നാട്ടുകാർ കൊണ്ടുപോകുന്നു. ഇവിടുത്തുകാരാകട്ടെ ഖനികളിൽ അത്യധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾ മാത്രമാവുന്നു. ഇപ്പോൾ മുന്നിലൊരു വാഹനമുണ്ട്. അത് പോലീസ് വാഹനമാണെന്ന് ജിൻഡോയ്ക്ക് ഫോൺ വന്നു. അതിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. അദ്ദേഹം നിങ്ങളെ സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ DYSP കാത്തിരിപ്പുണ്ടെന്നുമായിരുന്നു സന്ദേശം. ഇപ്പോൾ വഴിയുടെ ഇരുഭാഗത്തും വലിയ ലോറികൾ കാണാം. കൽക്കരി കൊണ്ടുപോകുന്ന ലോറികളാണ്. ഈ പ്രദേശം തന്നെ കറുത്താണ് ഇരിക്കുന്നത്. കൽക്കരിപ്പൊടി വീണ് കറുത്തതാണ്. പൊടി പറക്കുന്നത് ഒഴിവാക്കാനാവാം റോഡിൽ വെള്ളമൊഴിച്ചിട്ടുണ്ട്. അതോടെ കറുത്ത ചെളിപ്രദേശമായി അവിടം മാറിയിരിക്കുന്നു. CIയുടെ വാഹനം മുന്നിൽ തന്നെയുണ്ട്. CCLന്റെ ഗസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ചു ദൂരം കൂടി ചെന്ന് CCLന്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടി തിരിഞ്ഞു. കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു ഉപസ്ഥാപനമാണ് സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. 1956 പ്രവർത്തനം തുടങ്ങിയ നാഷണൽ കോൾ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പിന്നീട് സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡായി മാറിയത്. 7 കോൾഫീൽഡുകളിലായി ഇപ്പോൾ 43 ഖനികൾ അവർക്കുണ്ട്. 1800 കോടി രൂപ വരെ വാർഷിക വരുമാനമുണ്ടാക്കുന്നുണ്ട്
സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. 45,000-ഓളം ജീവനക്കാരുണ്ട് അവർക്ക്. കാർ ഗസ്റ്റ് ഹൗസിന്റെ മുറ്റത്തേക്കെത്തി. വലിയൊരു ഗസ്റ്റ് ഹൗസാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ രീതികളുമുണ്ട് കാഴ്ചയിൽ. അകത്ത് കോൺഫറൻസ് ഹാളുകളും നല്ല ഗസ്റ്റ് റൂമുകളുമെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ പോലീസുകാർക്കും ആധുനിക തോക്കുകൾ കയ്യിലുണ്ടാകും. ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ഡിവൈഎസ്പി RN ചൗധരി നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ജിൻഡോയുടെ സുഹൃത്താണ് അദ്ദേഹം. മൈനിലെ അധികൃതരെ താൻ വിളിച്ചിട്ടുണ്ടെന്നും 11:30 ആകുമ്പോഴേക്കും അവിടേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നതെന്നും ചൗധരി പറഞ്ഞു. അതുവരെ ഇവിടെ വിശ്രമിക്കാമെന്നും ഒരു കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കയറി.